ഊർമിള മണ്ടോദ്കറിനെ പോലുള്ള പ്രശസ്തമായിട്ടുള്ള ആക്ട്രസിനൊക്കെ ഈ ഒരു മേഖലയിലേക്ക് കൊടുത്തിട്ടുള്ള ആളാണ് രാം ഗോപാലേട്ടൻ. കൊടുത്തിട്ടുള്ള ആളാണ് രാം ഗോപാലേട്ടൻ. ഇതെനിക്കൊന്ന് കട്ട് ചെയ്ത് തരും ആരെങ്കിലും. ഇത് പക്ഷെ വൈറലാക്കണേ, ഇത് പോസ്റ്റ് ചെയ്യണം നിങ്ങൾ. ഗോപാലേട്ടൻ ഓക്കെ, രാം ഗോപാല്. രാം ഗോപാൽ ഗോപാലേട്ടന്റെ സ്വന്തം ആളാണ്. പറഞ്ഞോ എളുപ്പമുണ്ടല്ലോ. ഗോപാലേട്ടൻ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കാം. കുട്ടിയുടെ കാര്യം കഴിയാതെ കണ്ടന്റ് ഞാൻ ഇല്ലി വരെ എടുക്കും. എന്തായാലും മരണം ഉറപ്പായി. എനിക്കത് തരും ആരെങ്കിലും. ക്വസ്റ്റ്യൻ വാ. ഓക്കെ, അപ്പൊ രാം ഗോപാലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗോപാലേട്ടൻ ഗോപാലേട്ടന്റെ കൂടെ രാം ഗോപാൽ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗോപാലേട്ടൻ എന്തിന്റെ ഗോപാലേട്ടൻ എന്തിന്റെ വണ്ടിയായിട്ട് വരും. അയ്യോ, മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു മൂവിയിലൂടെ ആണല്ലോ നിങ്ങൾ മലയാളം സിനിമയിലേക്ക് കടന്നു വരുന്നത്. അപ്പോ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതെ, ബാലതാരമായിട്ടുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ദുബായിന്ന് ഫ്ലൈറ്റിൽ കയറി. ഞാനൊന്നും പറഞ്ഞോട്ടെ. അതായത് ഉത്തമാ ആദ്യമായിട്ട് ഈ മൂവിയിലാണ് പരിചയപ്പെടുന്നത്. എന്ത് നിശ്ചയിരിക്കുന്നത്? അപ്പൊ മറ്റേ ആ 4 മണി വെയിലൊക്കെ അടിച്ച് കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ രാജേട്ടൻ മാത്രം ഇങ്ങനെ വരുന്നതായിട്ട് തോന്നി. ഉണ്ടെന്ന് പറയല്ലേ? ആണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ഉപദേശമായിരുന്നു. പിന്നെ ആദ്യം വന്ന് ഈ ക്ലീൻ ഷേവ് അടിച്ച് വന്നപ്പോ തന്നെ എനിക്ക് സംഭവം പിടിയിട്ട് ആളൊരു ശുദ്ധനാണ്. ആസിഫ് അലി സാറിനെ അപമാനിച്ചിട്ട് അങ്ങനെ ഒരു വാർത്ത ഭയങ്കരമായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ മൂപ്പരുടെ എന്നൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, ആൾക്കാർ ട്രോൾ ചെയ്യലത് നല്ലതാണ്. അവളല്ലേ ഹായ്, ഹലോ, വെൽക്കം ടു സിനി ടോക്സ്. ഞാൻ നൂറ. ഇന്ന് നമ്മോടൊപ്പം ഓർമ്മ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഹരികൃഷ്ണനും മാനസയാണുള്ളത്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നല്ല വിശേഷം. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലതാണ്. അപ്പോൾ പുതിയ മൂവി ഓർമ്മ ചിത്രം അല്ലേ? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പടത്തിലെ മെയിൻ തീം? പ്രണയമാണോ? പോസ്റ്ററൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പ്രണയമുണ്ട്. പ്രണയം, പിന്നെ ഈ പറഞ്ഞ പൊളിറ്റിക്സ്, കോമഡി, ഫ്രണ്ട്ഷിപ്പ്, കുടുംബ ബന്ധങ്ങളുടെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സഡ് ജേണിയാണ്. അപ്പോൾ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സംവിധായകന്റെ പേര് വെളിപ്പെടുത്താതെ ഒരു മൂവി ഇറങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? നീ പറഞ്ഞു.
ഇതെന്താ പറ്റേ? ലിറ്ററത്തിൽ ഞാൻ പറയും, നീ പറ. അങ്ങനെ ഇതിപ്പോ ഞങ്ങളും പുള്ളിയോട് ചോദിച്ചത് അതെന്താ ചേട്ടൻ എന്താ പേര് വെക്കാത്ത. അപ്പോൾ എന്താണോ ശരിക്കുള്ള ഇൻറ്റൻഷൻ, പക്ഷെ ഞങ്ങളോട് പറഞ്ഞൊരു റീസൺ കുറച്ച് രസമുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഹരിചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉണ്ണീന്ന. അപ്പോൾ ഇതാണ് റീസൺ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഹരിചേട്ടൻ്റെ ക്യാരക്ടറായ ഉണ്ണി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ കുറച്ചധികം ട്രാൻസിഷൻസ് ഉണ്ട്. ഒരു കോളേജ് ഫേസ് തുടങ്ങി, പിന്നെ കുറേ വരുന്ന ഇൻസിഡൻസും, പിന്നെ അവസാനം എന്തായി തീരും. അപ്പോൾ ഇപ്പം എൻ്റെ നാട്ടിലാണ് ഈ ഒരു ഉണ്ണി ഉണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും കണ്ടിട്ട് വേറൊരാളോട് അത് പോയി പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഞാനൊരു തേർഡ് പേഴ്സൺ ആണല്ലോ. അപ്പോൾ ഒരു വഴിപോക്കൻ നിന്ന് കാണുന്ന പോലെ കണ്ടൊരു കഥ ഇൻസ്പയർഡായി ഉണ്ടാക്കിയത്. മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു മൂവിയിലൂടെ ആണല്ലോ നിങ്ങൾ മലയാളം സിനിമയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ കട്ട് ചെയ്യോ? അപ്പോൾ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ മൂവിയിലൂടെ ആണല്ലോ മലയാള സിനിമയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ളൊരു വരവ്? ഇന്നലെ എങ്ങാനും ആണ് തോന്നുന്നത് 14 വർഷം തികഞ്ഞു. ഇന്നലെ 14 വർഷമായി. ജൂലൈ 16 ആയിരുന്നു 2015 ജൂലൈ 16 റിലീസ് ചെയ്തത്. ഇന്നലെ 14 വർഷം. എങ്ങനെയാണ് അതിലെത്തിപ്പെട്ടത് നിങ്ങൾ? ഓഡീഷൻ വഴിയായിരുന്നു. കുറേ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തു. അതിൽ ഒരു ഓഡീഷനായിരുന്നു മലർവാടിയുടെ. അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്തു. അതിൽ ഒന്ന് ഞാനായിരുന്നു. അങ്ങനെ മലർവാടിയിലേക്കുള്ളൊരു ജേണി. ആദ്യം സെലക്ട് ചെയ്തത് ആദ്യം ഇന്റർവ്യൂ ചെയ്ത് തന്നെയാണ്. അതായത് ഏറ്റവും ആദ്യത്തെ ആള് ഇന്റർവ്യൂ ചെയ്ത ആദ്യത്തെ ആള് ഞാനാണ്. മൊത്തം ഒരു 3 ദിവസത്തെ ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 2000-ത്തിനടുത്ത ആളുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് ആദ്യം ഓഡീഷൻ ചെയ്ത ആളാണ് ഞാൻ. ദുബായിലാണ് മാനസിച്ച്, ദുബായിലാണ് ജനിച്ചതും വളർന്നതൊക്കെ അല്ലേ? 10th വരെ അവിടെയാണ്. പിന്നെ ചെറുപ്പം തൊട്ടേ ഫിലിമിലേക്ക് കയറി വരും ചെന്ന് ബാലതാരമായിട്ടാണ് കടന്നു വരവ് തന്നെ. അപ്പോൾ എങ്ങനെയായിരുന്നു അവിടെ ഒരു വരവ്? എങ്ങനെയാ? അതെ, ബാലതാരമായിട്ടുള്ള കടന്നു വരവ് എങ്ങനെയായിരുന്നു? എങ്ങനെ അവിടെ എത്തിപ്പെട്ടത്? ഞങ്ങളുടെ ദുബായിന്ന് ഫ്ലൈറ്റിൽ കയറി. ഞാനൊന്നും പറഞ്ഞോട്ടെ. അതായത് ഉത്തമ. അപ്പൊ ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു സിദ്ധു പനക്കൽ, സിദ്ധുവങ്ങൾ. അപ്പൊ സിദ്ധുവങ്ങളാണ് എന്നെ ആദ്യം ഈ എൻ്റെ ആദ്യത്തെ ചെറുതിൽ അഭിനയിച്ച മൂവിക്ക് ഇങ്ങനെ റെഫർ ചെയ്ത് വിടുന്നത്. അങ്ങനെ തുടങ്ങിയത്. പിന്നെ എങ്ങനെയൊക്കെയോ ഈ സിനിമ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ നിങ്ങൾ പറഞ്ഞു? ഈ സിനിമ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ എൻ്റെ സ്റ്റോറി കേട്ട പാടൊന്നും ഇഷ്ടമായിരുന്നില്ല. സ്റ്റോറി കേട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു അതിനെ പറ്റിയൊക്കെ. അങ്ങനെ കുറേ നമുക്ക് ഒരു മൂവി കമ്മിറ്റ് ചെയ്യാൻ കുറേ ടോക്കിങ്സ് വേണ്ടി വരും. അങ്ങനെ സംസാരിച്ചാണ് അതിലേക്ക് ഇതാകുന്നത്, കമ്മിറ്റ് ആകുന്നത്. മാനസായിട്ടുള്ള ഒരു ഓൺലൈൻ കെമിസ്ട്രി എങ്ങനെയാണ് അവിടെ? ഓൺലൈൻ കെമിസ്ട്രിയോ? എന്താ സംഭവം? ഓൺ സ്ക്രീൻ അടിപൊളിയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഈ മൂവിയിലാണ് പരിചയപ്പെടുന്നത്. എന്താ നീ ചിരിക്കുന്നത്? എനിക്ക് ചിരിക്കാം. അല്ല, പക്ഷെ നല്ല അത് തന്നെയല്ല ഞാനും പറഞ്ഞത്. അങ്ങനെ ഈ മൂവിയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കണക്ട് ആയി. സെറ്റാണ് ഉദ്ദേശിച്ചത്. അടിപൊളിയായിരുന്നു. രസമുണ്ടായിരുന്നു മൊത്തം. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിലുള്ള ഒരു, ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഒരു ഗെറ്റപ്പ് ആട്ടോ. ഞങ്ങളുടെ സീനിലൊക്കെ ഇങ്ങനത്തെ ഒരു താടിയും മുടിയും അങ്ങനെയുള്ളൊരു ഗെറ്റപ്പാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ആദ്യമായിട്ട് ഞങ്ങൾ കാണുമ്പം ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു ഒരു ചെയറിൽ, ഇതേപോലെ ഇങ്ങനെ ഹലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പോയിട്ട് മൊത്തം ക്ലീൻ ഷേവ് ചെയ്തിട്ട് വരുന്നു. മൊത്തം ക്ലീൻ ഷേവ് എന്ന് ചെയ്ത് കുറച്ച് എന്താ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ വേറൊരാള് മൊത്തത്തില്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട്
കാണുന്നത്. അപ്പൊ കോളേജ് കാലഘട്ടം വലുതായിട്ടുള്ളതും എല്ലാം ഉണ്ട്. പൊളിറ്റിക്കൽ സീൻസ് എവിടേക്കോ ആയിട്ട് വരുന്നുണ്ടല്ലേ ഇതില്? പൊളിറ്റിക്സ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ആട് മൂവിയിൽ ഉണ്ടല്ലോ നിങ്ങള് ആട് 1 ആയാലും 2 ആയാലും രണ്ടിലും 2 തരത്തിലാണ് വേഷം. ആട് 1 തികച്ചു വ്യത്യസ്തമാണ് ആട് 2. അത് അപ്പിയറൻസിലാവട്ടെ ക്യാരക്ടറിലാവട്ടെ. അപ്പൊ അതിനെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്? അതിനെങ്ങനെ കാണുന്നത്? അത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ, കാരണം എഴുതി വെച്ചേക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് അതിൻ്റെ റീസൺസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. ആട് 2-ല് എന്തുകൊണ്ടാണ് ക്യാരക്ടർ മാറിയത്, ആള് മാറിയത് എന്നൊക്കെയുള്ള സംഭവം ഷൂട്ട് ചെയ്തു. പക്ഷേ പടം കുറേ സീക്വൻസുകൾ വന്നു, ഡ്യൂറേഷൻ കൂടുതലായിരുന്നു. അങ്ങനെ വന്ന് ഒരു പോർഷൻസൊക്കെ എഡിറ്റ് ചെയ്തു പോയി. അതാണ് പിന്നെ അതിൻ്റെ അത് കൂടുതലായിട്ട് അത് വരാഞ്ഞത്. ജനഗണമനയില് അതുപോലെ ഉണ്ട്, ഫസ്റ്റിലുണ്ട്, ഇനിയിപ്പോ സെക്കൻഡ് ഇറങ്ങുന്നുണ്ട്, അതില് ഉണ്ടോ? ജനഗണമന സെക്കൻഡ് ഇതുവരെ അനൗൺസ് ഒന്നും ചെയ്തിട്ടില്ല. രണ്ടുപേരും രാജേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? രാജേട്ടന്റെ കൂടെ എക്സ്പീരിയൻസ് ഞാൻ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം രാജേട്ടൻ വരെ. അപ്പോൾ രാജേട്ടൻ ഇങ്ങനെ വെയിലൊക്കെ ഒരു ഈവനിങ് സമയത്തായിരുന്നു ഷോട്ട്. അപ്പോൾ മറ്റേ ആ 4 മണി വെയിലൊക്കെ അടിച്ച് കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ രാജേട്ടൻ മാത്രം ഇങ്ങനെ വരുന്നതായിട്ട് തോന്നി. എനിക്ക് ആക്ച്വലി കഴിഞ്ഞു എനിക്ക് ആക്ച്വലി സംസാരിക്കാൻ പറ്റിയില്ല. ആ ഒരു കോവിഡിൻ്റെ ടൈമിനാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം എനിക്കാകെ ഒരു കോമ്പിനേഷൻ സീൻസേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ വന്ന് തട്ടി പുള്ളിയുടെ കയ്യിലിങ്ങനെ ബുക്സ് സാധനങ്ങളൊക്കെ താഴ്ത്തു പോകണു, അത്രേ ഉള്ളൂ. അപ്പം അത് ഈ പറഞ്ഞ പോലെ നമ്മൾ റിഹേഴ്സൽ ചെയ്ത് വെച്ചു. ഓൾറെഡി ടൈം ആയപ്പോൾ അദ്ദേഹം വന്ന് ടപ്പട്ടപ്പയെന്ന് പറഞ്ഞു ഫസ്റ്റ് ടേക്ക് ഓക്കെ. പുള്ളി അപ്പം തന്നെ പോയി, കാരണം മാസ്കും ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇതുള്ളൊരു ടൈമായിരുന്നു. എനിക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. കൊറോണയുടെ. പിന്നെ മീര ചേച്ചിയുടെ ക്യാരക്ടർ എന്താ അതില്? എൻ്റെ അമ്മയായിട്ടാണ്, ഉണ്ണിയുടെ അമ്മ. അഭിനയത്തിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോ മനസ്സേച്ചേക്കാളും കുറച്ചും കൂടി സീനിയർ ആണല്ലോ, ഒരുപാട് സീനിയർ ആണ് ഹരികൃഷ്ണൻ. അപ്പോ ചൈൽഡ് ജനിച്ചപ്പോഴല്ലേ? ജനിച്ചപ്പോഴത് ഏത് കൊല്ലം സിനിമ? അത് 2008 or 2009 ഒക്കെ. കണ്ടോ എന്നെ കാലം സീനിയറാ ഞാൻ. അറിവില്ലാത്ത പ്രായം. കൂടുതൽ ക്യാരക്ടറുകൾ ചെയ്തിട്ടുള്ളത് എന്തായാലും ഹരിയേട്ടനാണെന്ന് തോന്നുന്നത്. അപ്പോ ഹരിയേട്ടനിൽ നിന്ന് എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ ഈ ഒരു സമയത്തുണ്ടായിരുന്നോ? ഉണ്ടെന്ന് പറയല്ലേ? പിന്നെ ഞാൻ ഭയങ്കര ഉപദേശമായിരുന്നു. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇവന്റ്സിനൊക്കെ വെറുതെ കണ്ടുപോയിട്ടുണ്ടെന്നല്ലാതെ അല്ലേ, നമ്മളിങ്ങനെ ഇന്ററാക്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ എന്താ ഈ പറഞ്ഞ പോലെ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് വന്നത്. അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം, സെറ്റാവോ ഇനി ജാടായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ആദ്യം വന്ന് ഈ ക്ലീൻ ഷേവ് അടിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് സംഭവം പിടിയുണ്ട്, ആളൊരു ശുദ്ധനാണ്. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിപ്പം. ഞങ്ങക്ക് പിന്നെ ഈ സോങ് ഒക്കെ വെള്ളത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഹെച്ചാൻ ഭയങ്കര ഹെൽപ്ഫുൾ. നമ്മൾ കോഴിക്കോട് കുന്നമംഗലായിരുന്നു മെയിൻ ലൊക്കേഷൻ. പിന്നെ വയനാട് ബോർഡറൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. സോങ് ഒക്കെ അവിടെ ആയിരുന്നു. ഡാം, ഒരു അരുവി. വയനാട്ടിൽ നിന്നാണോ? അല്ല, വയനാട് സ്ഥലം വയനാടാണോ? മലപ്പുറം. നമ്മൾ മലപ്പുറം പോയില്ല, സോറി. ഊർമിള മണ്ഡോദ്കറിനെ പോലുള്ള പ്രശസ്തരായിട്ടുള്ള ആക്ട്രസിനൊക്കെ ഈ ഒരു മേഖലയിലേക്ക് കൊടുത്തിട്ടുള്ള ആളാണ് രാം ഗോപാലേട്ടൻ. ഇതെനിക്കൊന്ന് കട്ട് ചെയ്ത് തരും ആരെങ്കിലും. ഇത് പക്ഷെ വൈറലാക്കണേ, ഇത് പോസ്റ്റ് ചെയ്യണം നിങ്ങൾ. ഗോപാലേട്ടൻ ഗോപാലേട്ടന്റെ സ്വന്തം ആളാണ്. പറഞ്ഞോ എളുപ്പമുണ്ടല്ലോ. ഗോപാലേട്ടൻ
ഇല്ല കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കാം. കുട്ടിയുടെ കാര്യം കഴിയാറില്ല. കണ്ടന്റ് വാ ഞാൻ ഇല്ലി വരെ എടുക്കും. പറഞ്ഞോ. എനിക്കത് തരും ആരെങ്കിലും. ഇല്ല തരാം. ക്വസ്റ്റ്യൻ വാ. ഓക്കെ, അപ്പോൾ രാം ഗോപാലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗോപാലേട്ടൻ ഗോപാലേട്ടൻ്റെ കൂടെ രാം ഗോപാൽ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗോപാലേട്ടൻ എന്തും രാവിലെ ഗോപാലേട്ടൻ എന്തും രാവിലെ വണ്ടിയായിട്ട് വരും. അയ്യോ ആ കരിക്ക്. ഓക്കെ സീരിയസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ ഒപ്പം. കാരണം ഇത്രയും വലിയൊരു ഡയറക്ടറുടെ ഒപ്പം എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് തോന്നിയത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഗോപാലേട്ടൻ്റെ വർക്ക് ചെയ്തിട്ടില്ല. ഒരുപാട് മൂവിയിൽ നല്ല ക്യാരക്ടേഴ്സ് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് OTT റിലീസായാലും ആൽബംസ് ആയാലും. അപ്പൊ ഈ സിനിമ മാത്രമേ അഭിനയിക്കൂ എന്നുള്ളൊരു വാശിയൊന്നും ഇല്ലായിരുന്നല്ലേ? അഭിനയിക്കാൻ പറ്റിയ എന്ത് സംഭവം കഴിഞ്ഞാലും കഴിക്കാൻ പറ്റിയ എന്തും കഴിക്കുമെന്ന് പറയുന്നല്ലോ. അഭിനയിക്കാൻ പറ്റിയ എന്ത് ചാൻസ് ഉണ്ടെങ്കിലും അഭിനയം ഇഷ്ടപ്പെടുന്നവരെവിടെ ആയാലും അഭിനയിക്കാം. അത്ര കണ്ണാടിയുടെ മുമ്പിൽ ഫ്രീ ആയിട്ട് ചെയ്യണം. കണ്ണാടിയുടെ മുമ്പിൽ ഫ്രീ. പിന്നെ അതെന്താ ആൻസറാണ് പൊളി. അത് ഇതിനൊക്കെ കഴിഞ്ഞോ നമ്മുടെ ഇന്നലെ ഭയങ്കര വാർത്തയായിട്ടുള്ള ആസിഫ് അലി സാറിനെ അപമാനിച്ചിട്ട് അങ്ങനെ ഒരു വാർത്ത ഭയങ്കരമായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ മൂപ്പരുടെ എന്നൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല. എനിക്ക് നിങ്ങൾ കണ്ടതിന് വേണ്ടി കൊണ്ടുവന്നാണ് കുട്ടിയെ. കേട്ടോ കുഴപ്പമില്ല, ആൾക്കാർ ട്രോൾ ചെയ്യലത് നല്ലതാ. അതെ അവളല്ലേ ആരുടെ അമ്മയ്ക്ക് കാണാൻ അപ്പോൾ ഇന്നലെ ഭയങ്കര വിവാദമായിട്ടുള്ള ഈ ആസിഫ് ഖാന്റെ ഒരു അപമാനിച്ചിട്ട് ഒരു കേസ് ഉണ്ടായല്ലോ. അപ്പോൾ മൂപ്പരുടെ കൂടെ അഭിനയിച്ച് എന്നുള്ളൊരു നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? ഞാൻ ഈ വീഡിയോ കണ്ടില്ല, ഞാൻ ഈ ന്യൂസ് കേട്ടതേ ഉള്ളൂ. എന്താണ് സംഭവം എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നാലും അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ അവാർഡ്, അതിപ്പം ആസിഫ് എന്നല്ല ആരാണേലും ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരാൾ നമുക്കൊരു പാരിതോഷികം തരുന്നത് സ്നേഹത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ അകത്ത് ഒരു പക്ഷേ ചിലപ്പോൾ പുള്ളിയുടെ ഈഗോ വർക്കൗട്ടായി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും ചെയ്തത് മോശമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ മൂവി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? മൂവി ആരാ ഞാൻ പറയണോ? എല്ലാവരും മൂവി കാണണം. ഒരു വളരെ അത്യാവശ്യം ഞങ്ങളെ മാക്സിമം എഫേർട്ടിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും മൂവി കാണണം എന്ന് തന്നെയാണ്. എന്തായാലും നല്ലൊരു മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.